ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയാണ്. മാറി വന്ന പുതിയ പാഠപുസ്തകം അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നമ്മുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഹിന്ദിയുടെ മാത്രമല്ല എല്ലാ സബ്ജക്ട്സിൻ്റെയും ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് വാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിങ്ങളുടെ എല്ലാ സബ്ജക്ട്സിൻ്റെയും വീഡിയോസ്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ആക്ടിവിറ്റീസ്, മോഡൽ ചോദ്യപേപ്പറുകളെല്ലാം അടങ്ങിയ വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് കാണുക. നമുക്ക് നോക്കിയാലോ. ഹിന്ദിയിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആദ്യത്തെ യൂണിറ്റ് പ്യാർ ആയിരുന്നു. അതിൽ ആദ്യ ചാപ്റ്റർ ഗുഡ്സെ പ്യാർ എന്ന കവിതയാണ്. അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കവിതയുടെ അപ്രിസിയേഷൻ ആയിക്കോട്ടെ, അതുപോലെ മീനിങ്സ് ഉൾപ്പെടുന്ന ക്ലാസ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ആക്ടിവിറ്റീസിൻ്റെ ക്ലാസ് എല്ലാം ഉണ്ട്. അത് നമ്മളിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചോളൂ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് കമൻറ്റിൽ ഇട്ട് തരാം. അതുപോലെ തന്നെ ഇന്നും നമ്മൾ നോക്കുന്നത് 2ാമത്തെ ചാപ്റ്ററാണ്. സാഫ് സഫായി മേ അവൽ ഗാവ് എന്നുള്ള ലേഖനമാണ്. ഗാലിബ് കലീമിൻ്റെയാണ് ലേഖനം. സാഫ് സഫായി മേ അവൽ ഗാവ് എന്നുള്ളതാണ് ഒരു സ്റ്റോറി, ഒരു ലേഖനമാണ്. അപ്പം നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഈ ലേഖനം ഒന്ന് നന്നായിട്ട് ഫുൾ റീഡ് ചെയ്യുന്നു. അതിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ആണ് നമ്മളിതിൽ കൊടുക്കുന്നത്. ശേഷം ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. സാഫ് സഫായി മീം അവൽ ഗാവാണ് കേട്ടോ, ഏറ്റവും വൃത്തിയുള്ള ഒരു ഗ്രാമം. നോക്കാം നമുക്ക്. ഏഷ്യ കാ സബ്സെ സാഫ് സുഥറ ഗാവ് മൗളിനോഗ് മേഘാലയ മേം ഹെ. അപ്പം എന്താ പറയുന്നത്? ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമായ മൗളിനോഗ് എവിടെയാണ്? മേഘാലയയിലാണ്. साल 2003 में इस गांव को एशिया के सबसे साफ सुथरे गांव के तौर पर चुना गया. 2003 ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമായിട്ട് മൗളിനോഗ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. इस गांव की सबसे बड़ी खासियत ये है कि यहाँ की सारी साफ सफाई गांव वाले खुद ही करते हैं. അപ്പം എന്താണ് ഈ ഇതിൽ മീനിങ്സ് പറയാം. ഏഷ്യ തന്നെയാണ്. സാഫ് പറഞ്ഞാൽ വൃത്തിയാക്കുക എന്നാണ് കേട്ടോ. ഗാവ് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലേജ് ആണ്. മൗളിനോഗ് സ്ഥലത്തിൻ്റെ പേര്. മേഘാലയ അറിയാലോ, സ്റ്റേറ്റിൻ്റെ പേരാണ്. സാൽ പറഞ്ഞ വർഷം 2003. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഗ്രാമവാസികൾ തന്നെയാണ് അവിടുത്തെ എല്ലാ ശുചീകരണ ജോലികളും ചെയ്യുന്നത്. അവർ തന്നെ അവിടെയുള്ള ഗ്രാമം വൃത്തിയാക്കിക്കോളും. അതാണ് അവിടുത്തെ പ്രത്യേകത. ഗുഡ്സ് അവർ ഗുഡ് പറഞ്ഞ് തനിയെ തന്നെ അവർ ചെയ്യും. സാഫ് സഫായി ക്ലീനിങ് ചെയ്യുന്നത്. സ്വച്ഛത കെ ലിയെ യഹാ കെ ലോഗ് കിസി തരഹ സെ പ്രശാസൻ പർ നിർഭർ നഹി ഹെ. എന്താണ്? ഇവിടുത്തെ ജനങ്ങൾ ശുചിത്വത്തിനായിട്ട് ഒരു ഭരണകൂടത്തെയും ആശ്രയിക്കുന്നില്ല. അതായത് ഗവൺമെൻറ് വേണമെന്നോ, അല്ലെങ്കിൽ അവർ വന്ന് ക്ലീൻ ചെയ്യട്ടെ, അല്ലെങ്കിൽ നഗരസഭ ക്ലീൻ ചെയ്യട്ടെ, മുനിസിപ്പാലിറ്റിക്കാർ വന്നിട്ട് രാവിലെ ക്ലീൻ ചെയ്യട്ടെ, ഇങ്ങനെയൊന്നും അല്ല. അവിടെ എന്ത് വൃത്തികേടാണെങ്കിലും ആ ഗ്രാമവാസികൾ തന്നെ വൃത്തിയാക്കും. അത്രയും വൃത്തിയായിട്ട് അവരവരുടെ ഗ്രാമത്തിന് സൂക്ഷിക്കുന്ന ഒരു ഗ്രാമമാണ് മൗളിനോഗ്. इस छोटे से गांव में प्लास्टिक पूरी तरह से प्रतिबंधित है. അപ്പോൾ ഈ ഒരു ചെറിയ ഗ്രാമത്തിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുന്നു. प्रतिबंधित निरोधिക്കുക. ओके, पूरे गांव में जगह जगह बांस से बने हुए डस्टबिन लगाए गए हैं. ഗ്രാമത്തിൽ ഉടനീളം മുള കൊണ്ടുള്ള ചവറ്റുകൊട്ടകളാണ്. ഡസ്റ്റ്ബിൻ കണ്ടല്ലോ, പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഒന്നും അല്ല, മുള കൊണ്ടുള്ള ചവറ്റുകൊട്ടകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. महिला, पुरुष और बच्चों समेत किसी भी गांव वाले को अगर कहीं गंदगी नजर आती है तो वे फौरन सफाई में लग जाते हैं. അപ്പം എന്താ പറയുന്നത്? ആരുമായിക്കോട്ടെ, പുരുഷന്മാരായിക്കോട്ടെ, സ്ത്രീകൾ, കുട്ടികൾ, ആരാണെങ്കിലും, ഏതൊരു ആ ഗ്രാമത്തിലുള്ള ആളാണെങ്കിലും എന്തെങ്കിലും അഴുക്കോ മാലിന്യങ്ങളോ കണ്ടാൽ അവരത് ഉടനെ തന്നെ വൃത്തിയാക്കാൻ തുടങ്ങും. ഫോറിൻ പറഞ്ഞ സഡൻ ആയിട്ട് ഉടനെ തന്നെ. ഓക്കെ, അപ്പം തന്നെ അവർ ക്ലീൻ ചെയ്യാൻ തുടങ്ങും. കണ്ടല്ലോ, ഇതാണ് ആ ഗ്രാമത്തിൻ്റെ ചിത്രം. സഫായി के प्रति उनकी जागरूकता का अंदाजा तुम इस बात से लगा सकते हो कि अगर सड़क पर चलते हुए उन्हें कहीं भी कचरा नजर आए तो वे पहले कचरे को डस्टबिन में डालते हैं. അപ്പം എന്താ പറയണത്? ഇനിയിപ്പോൾ അവർ നടന്നു പോകുന്ന സമയത്ത് എവിടെയെങ്കിലും മാലിന്യം കണ്ടാൽ ആദ്യം അത് എടുത്തിട്ട് അവർ ചവറ്റുകുട്ടയിൽ എറിയും. പിന്നീട് മാത്രമേ അവർ മുന്നോട്ട് പോകുള്ളൂ.
അത്രയും ശ്രദ്ധിച്ച് വൃത്തിയോടെ സൂക്ഷിക്കുന്ന ഒരു ഗ്രാമമാണത്. അപ്പം നമ്മളൊക്കെ നടന്നു പോകുന്ന സമയത്ത് എന്തെങ്കിലും പ്ലാസ്റ്റിക് വേസ്റ്റോ വേറെ ഏതെങ്കിലും വേസ്റ്റ് നടു റോട്ടിൽ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റിയിട്ടിട്ട് പോവാറുണ്ടോ? ഇല്ല അല്ലേ? പക്ഷെ ഇവരെങ്ങനെയാണ്, ഇവർ നമ്മൾ പോണ വഴിക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും മാലിന്യങ്ങൾ കണ്ടാൽ അത് വൃത്തിയാക്കി അല്ലെങ്കിൽ എടുത്ത് ഡസ്റ്റ്ബിന്നിൽ ഇടാൻ പറ്റുന്നതാണെങ്കിൽ എടുത്ത് ഡസ്റ്റ്ബിന്നിൽ ഇട്ടതിന് ശേഷം മാത്രമേ ഇവർ പോവുള്ളൂ. ഓക്കെ, फिर आगे बढ़ते हैं, അതിനുശേഷം മുന്നോട്ട് പോകും. यहाँ लोग अपने घर से निकलने वाले कूड़े कचरे को भी डस्टबिन में जमा करते हैं. ഇവിടുത്തെ ആളുകൾ എന്താ ചെയ്യുക, അവരുടെ വീടുകളിൽ നിന്നുള്ള മാലിന്യമാണെങ്കിൽ പോലും അത് ചവറ്റുകുട്ടകളിൽ ശേഖരിക്കും. പിന്നെ ഒരിടത്ത് കൊണ്ടുപോയിട്ട് അത് അങ്ങനെയാണ് ചെയ്യുക. വേസ്റ്റ് എവിടെയാണോ ഡിസ്പോസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് അവർക്കത് സ്ഥലമുണ്ട്. और फिर उसे एक जगह इकट्ठा कर खेती के लिए ഗാദ് കി തര ഇസ്തേമാൽ കർത്തേ ഹെ. പിന്നീട് അത് ഒരിടത്ത് ശേഖരിച്ചിട്ട് കൃഷിക്ക് വളമായിട്ട് യൂസ് ചെയ്യും. അതായത് ഇപ്പം നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഉപയോഗിക്കുന്ന പച്ചക്കറിയുടെ വേസ്റ്റ് അങ്ങനത്തെ വേസ്റ്റുകളൊക്കെ ഉണ്ടാവില്ലേ, അപ്പം അങ്ങനത്തെ പ്ലാസ്റ്റിക് അല്ലാത്ത വേസ്റ്റുകളെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റീയൂസ് ചെയ്യാം അല്ലേ. ഇപ്പം കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ ജൈവവളമായിട്ട് കൃഷിക്കൊക്കെ ഉപയോഗിക്കും. ഇവരതാണ് ചെയ്യുക. വീട്ടിൽ നിന്നുള്ള മാലിന്യങ്ങളെല്ലാം ഇവർ ഡസ്റ്റ്ബിന്നിൽ കളക്ട് ചെയ്തിട്ട് ശേഷം ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇവരെന്ത് ചെയ്യും, അതിനെ ശേഖരിച്ച് വെച്ച് ശേഷം അതിനെ എന്ത് ചെയ്യണു, കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കും. ജൈവവളമാക്കിയിട്ടൊക്കെ ആയിരിക്കാം. ऐसा कहा जाता है कि 130 साल पहले इस गांव को हाइजे की बीमारी ने बुरी तरह से झगड़ लिया था. അപ്പോൾ എന്താണ് 130 വർഷങ്ങൾക്ക് മുമ്പ് ഇതിൽ എന്തുകൊണ്ട് ഇവർ ഇത്ര വൃത്തിയായിട്ട് ഈ ഗ്രാമത്തെ സൂക്ഷിക്കുന്നു എന്നതാണ് കേട്ടോ പറയുന്നത്. 130 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്രാമത്തിൽ കോളറ പോലെ ഒരു അസുഖം ബാധിച്ചു. बुरी तरह से झगड़ लिया था. मेडिकल सुविधा न होने की वजह से इस बीमारी से छुटकारा पाने का एकमात्र उपाय था. അപ്പോൾ മെഡിക്കൽ എന്താ പറയുക, നമുക്ക് മെഡിസിനോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അങ്ങനത്തെ ഒരു ഇതിനും മരുന്നില്ല. ഇതിന് ഈ ഒരു അസുഖത്തിന് മരുന്നേ ഇല്ല. നമുക്ക് മെഡിക്കലി പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു അസുഖം, ബീമാറി അസുഖം, ഈ ഒരു ഡിസീസ്, ആ ഒരു അസുഖത്തിൽ നിന്ന് മോചനം നേടാൻ ഒറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഏകമാത്ര ഉപായം എന്ന് പറഞ്ഞാൽ ഒറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. സഫായി കർണ, വൃത്തിയാക്കുക. गांव के लोगों का मानना है कि हमारे पूर्वजों ने कहा था कि तुम सफाई के जरिए ही गुद को बचा सकता हो. അപ്പോൾ അവരുടെ എന്താ പറയണ്ടായിരുന്നത്, അവരുടെ പൂർവികർ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സ്വയം രക്ഷിക്കാനുള്ള ഏക മാർഗം എന്താണ്, ശുചിത്വമാണെന്നുള്ളത് അവരുടെ പൂർവികർ ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് ആ ഗ്രാമവാസികൾ ഉറച്ച് വിശ്വസിക്കുന്നത്. നമ്മൾ വൃത്തിയായിട്ട് നമ്മളെ വൃത്തിയാക്കി വെക്കുക, നമ്മുടെ പരിസരം വൃത്തിയാക്കി വെക്കുക, നമ്മുടെ ഗ്രാമം വൃത്തിയാക്കി വെക്കുക, അതാണ് അവർ ചെയ്യണത് കേട്ടോ. फिर चाहे वह गाना हो, घर हो, जमीन हो, गांव हो या फिर अपना शरीर ही क्यों न हो, सफाई जरूरी है. അപ്പം എന്താ പറയണത്, അത് എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഗാന പറഞ്ഞ ഭക്ഷണം, വീട് അല്ലെ, ഗർ എന്ന് പറഞ്ഞാൽ വീട്, ഗർ ആയിക്കോട്ടെ, ജമീൻ നമ്മുടെ ഭൂമി ആയിക്കോട്ടെ, അല്ല നമ്മുടെ ഗ്രാമം, ഗാവ് ഹോ യാ ഫിർ അപ്നാ ശരീരം, ഇല്ല നമ്മുടെ സ്വന്തം ശരീരമായാലും എന്താവശ്യമാണ്, ശുചിത്വം ആവശ്യമാണ്. സഫായി, ശുചിത്വം ആവശ്യമാണ്. ഇതാണ് നമ്മളുടെ ഈ സ്റ്റോറി വരുന്നത്. ലേഖനം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ പാർട്ട് 2 ക്ലാസ്സിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തുന്നതാണ്. സോ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. എന്ത് സംശയമുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം. ഞങ്ങളെല്ലാം അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.